Hi all, this is Meera. Welcome back to High School Maths. നമ്മൾ LDC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. 2017 കൊല്ലം, തൃശൂർ, കാസർഗോഡ് ജില്ലയിൽ നടന്ന എക്സാമിലെ 20 മാത്സ് ബെൻഡബിലിറ്റി ക്വസ്റ്റ്യൻസ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എയുടെ ബി ശതമാനവും ബിയുടെ എ ശതമാനവും കൂട്ടിയാൽ എ ബിയുടെ എത്ര ശതമാനമാണ്? ഓപ്ഷൻ എ ബി, ഓപ്ഷൻ ബി എ പ്ലസ് ബി, ഓപ്ഷൻ സി എ മൈനസ് ബി, ഓപ്ഷൻ ഡി 2. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എയുടെ ബി ശതമാനം. എയുടെ ബി ശതമാനം എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി ബൈ 100. അടുത്തത് ബിയുടെ എ ശതമാനം, അപ്പം ബി ഇൻറ്റു എ ബൈ 100. ഇത് തമ്മിൽ കൂട്ടിയാൽ എ ബിയുടെ എത്ര ശതമാനമാണെന്നാണ് ചോദിക്കുക. അപ്പോൾ ഇവിടെ നോക്കിയേ, താഴെ ഡിനോമിനേറ്റർ എന്ത് വരും? ഇവിടുത്തെ ഛേദം രണ്ടും 100 അത് വന്നു. ഇതെന്താണ് എ ബി? ബി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് എ ബി. ഈ എ ബി എന്ന് പറയുന്നത് 1AB ആണ്, ഇത് 1AB ആണ്. അതായത് ഇവിടെ കോഎഫിഷ്യന്റ് ഒന്നും ഇല്ലെങ്കിൽ അവിടെ 1 ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ 1AB പ്ലസ് 1AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 2AB. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് AB ഇൻറ്റു 2/100 എന്ന് പറയാം. ഇവിടെ നമ്മൾ പറഞ്ഞു എയുടെ ബി പെർസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ഇൻറ്റു ബി ബൈ 100. അതുപോലെ ഇവിടെ നോക്കിയേ, എ ബിയുടെ 2/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണിത്? ഇത് എ ബിയുടെ 2% ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് 2. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചപ്പോൾ ലഭിച്ചതും ആ സംഖ്യകളുടെ ഗുണനഫലവും തുല്യം. അവയിൽ ഒരു സംഖ്യ 5 ആയാൽ അടുത്ത സംഖ്യ ഏത്? ഓപ്ഷൻ എ 5/6, ഓപ്ഷൻ ബി 6/5, ഓപ്ഷൻ സി 25/6, ഓപ്ഷൻ ഡി 6/25. അപ്പോൾ രണ്ട് സംഖ്യകൾ എന്ന് പറയുന്നുണ്ടതിനെ ഞാൻ എയും ബിയും എടുത്തു. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് നോക്കാം. രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചപ്പോൾ ലഭിച്ചത്, അതായത് എ മൈനസ് ബി, ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചപ്പോൾ ലഭിച്ചതും ഇനി ആ സംഖ്യകളുടെ ഗുണനഫലം എ ഇൻറ്റു ബി, ഇവ രണ്ടും തുല്യമാണെന്നാണ് പറയുന്നത്. ഇനി ഇതിൽ ഒരു സംഖ്യ 5 തന്നു. ഇവിടെ ഞാൻ എ എന്നുള്ള സംഖ്യേനെ ഞാൻ 5 എടുത്തു. അങ്ങനെയാണെങ്കിൽ 5 ഇൻറ്റു ബി എന്ന് പറയും. ഇനി ഇതിൽ നിന്ന് ആ രണ്ടാമത്തെ സംഖ്യ കണ്ടെത്താനാണ് പറയുന്നത്, ബിയുടെ വാല്യൂ കണ്ടെത്താനാണ് പറയുക. ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇവിടുത്തെ നമ്പർ പാർട്ട് 5 മൈനസ് ബിയിലെ നമ്പർ പാർട്ട് 5 ആണ്. അതിനെ ഞാൻ അവിടെ നിർത്തി. ഈസ് ഈക്വൽ ടു ഇവിടെ 5 ഇൻറ്റു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5B ആണ്. മൈനസ് ബി ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ബി ആകും. ഇതിന്റെ വാല്യൂ എന്താണ്? പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോഎഫിഷ്യന്റ് എന്താണ്? 1 ആണ്. 5 + 1 6 ആണ്, 6B. 5 എന്ന് പറയുന്നത് 6B ആണ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ബിയെ ഞാൻ ഇവിടെ നിർത്തി. ഇവിടെ ഈ 5 ഉണ്ട്. ഈ 6 എന്ന് പറഞ്ഞ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്താണ്? ഡിവിഷനായി മാറി. ബിയുടെ വാല്യൂ നമുക്ക് ലഭിച്ചു 5/6. 5/6 ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി അതല്ല, ഇവിടെ വെച്ച് നമുക്ക് ഈ ഓപ്ഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തും കണ്ടെത്താവുന്നതാണ്. അതായത് ഇവിടെ 5 മൈനസ് ബി, ബിയുടെ വാല്യൂ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ 5/6 വരും. ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 5/6 എന്ന് വരും. ഇവിടെ നോക്കിയേ, 6 ഇൻറ്റു 5 30 വന്നു. 30 മൈനസ് 5/6 എന്ന് വരും. ഇവിടെ 5 ഇൻറ്റു 5 25 ആണ്, 6 ആണ്. 30 നിന്ന് 5 മൈനസ് ചെയ്താൽ എന്താണ്? 25/6. ഇത് തമ്മിൽ ഈക്വൽ അല്ലേ? ഇതൊന്നും ഫസ്റ്റ് ഓപ്ഷനാണ് നമുക്ക് കണ്ടെത്താവുന്നതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? ഓപ്ഷൻ എ 1075, ഓപ്ഷൻ ബി 1175, ഓപ്ഷൻ സി 1275, ഓപ്ഷൻ ഡി 1375. അപ്പോൾ 1 മുതൽ സ്റ്റാർട്ട് ചെയ്ത് 50 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക ചോദിച്ചാൽ നമുക്ക് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? n ഇൻറ്റു n പ്ലസ് 1/2. n എന്ന് പറയുന്നത് ഇവിടെ 50 ആണ്. ഓക്കെ, നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 50 ഇൻറ്റു n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 50ന്റെ നെക്സ്റ്റ് നമ്പർ 51/2. 51 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ എത്ര വരും? 5 ഇൻറ്റു 5 25 വന്നു. ഈ 0യും കൂടെ വരുമ്പോഴത്തേക്കും 2550. അപ്പൊ 2250ന്റെ നേരെ പകുതി കണ്ടെത്തിയാൽ മതി. ഇവിടെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ 1 വന്നു. ഇവിടെ 2 ഇൻറ്റു 2 ആണ് 4 വരുന്നത്. 15 വന്നു. 7 ഇൻറ്റു 2 14 വന്നു. 5 ഇൻറ്റു 2 10 വന്നു. 1275. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 203ന്റെ സ്ക്വയർ മൈനസ് 197ന്റെ സ്ക്വയർ, ഇതിന്റെ വില എന്ത്? ഓപ്ഷൻ എ 1200, ഓപ്ഷൻ ബി 400, ഓപ്ഷൻ സി 1400, ഓപ്ഷൻ ഡി 2400. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് നോർമലി ചെയ്യാവുന്ന ഒരു മെത്തേഡ് എന്താണ്? 203ന്റെ സ്ക്വയർ കാണുക, 197ന്റെ സ്ക്വയർ കാണുക, എന്നിട്ട് ഫസ്റ്റ് കണ്ടെത്തിയതിന് സെക്കൻഡ് മൈനസ് ചെയ്യുക. അങ്ങനെ ചെയ്യുവാണെങ്കിലും കറക്റ്റ് ആൻസർ തന്നെ കിട്ടും. പക്ഷേ ഇത്തിരി കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഐഡന്റിറ്റി യൂസ് ചെയ്യുകയാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അതായത് ഈ വാല്യൂ എന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആണ്. ഇത് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. അതായത് ഇവിടെ എ സ്ക്വയറിന്റെ സ്ഥാനത്താണ് 203ന്റെ സ്ക്വയർ. അതിൽ നിന്ന് എ എന്താണ്? ഈ എ എന്ന് പറയുന്നത് 203 എന്ന് കിട്ടി. ഇതുപോലെ തന്നെ ബി സ്ക്വയറിന്റെ സ്ഥാനത്ത് 197ന്റെ സ്ക്വയർ ആണ്. ബി എന്ന് പറയുന്നത് 197 ആണ്. ഇത് രണ്ടും നമുക്ക് ഈ വാല്യൂ എടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 203 പ്ലസ് 197 ഇൻറ്റു
203 മൈനസ് 197. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 200 100 300 വന്നു, 97 3 100 അപ്പം ടോട്ടൽ 400 വന്നു. ഇൻറ്റു 203 മൈനസ് 197 6. ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 × 4 24 വന്നു, 2 സീറോസും കൂടി ഇട്ട് കൊടുത്ത് 2400. ഇതിന്റെ വാല്യൂ എന്താണ്? ഓപ്ഷൻ ഡി ആണ് 2400. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും 8:5 എന്ന അംശബന്ധത്തിലാണ്. പെൺകുട്ടികളുടെ എണ്ണം 25 ആയാൽ ആകെ എത്ര കുട്ടികളുണ്ട്? ഓപ്ഷൻ എ 48, ഓപ്ഷൻ ബി 60, ഓപ്ഷൻ സി 65, ഓപ്ഷൻ ഡി 70. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ബോയ്സ് ഗേൾസ് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും റേഷ്യോ തന്നിട്ടുണ്ട് 8:5. ഇനി ഇവിടെ തന്നിരിക്കുന്നത് പെൺകുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട് 25 എണ്ണം. നമുക്ക് എങ്ങനെ കണ്ടെത്താം? ടോട്ടൽ കുട്ടികളുടെ എണ്ണം എക്സ് ആണെങ്കിൽ എക്സ് ഇൻറ്റു ഗേൾസിന്റെ റേഷ്യോ 5 ആണ്. ടോട്ടൽ എത്ര വരും? 8 + 5 13 വന്നു. ഇതെന്ന് പറയുന്നതാണ് 25 എന്ന് തന്നിരിക്കുക. ഇതിൽ നിന്ന് നമ്മൾ 5 × 5 ആണ് 25 എന്ന് മനസ്സിലായി. എക്സിന്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടി ഇവിടെ ഓൾറെഡി 5 ഉണ്ട്. ഈ 13 ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മൾട്ടിപ്ലിക്കേഷൻ ആകും 13. 5 × 3 15 വന്നു, 1 5 × 5 6 വന്നു, 5 + 1 6 വന്നു, 65. 65 കുട്ടികളാണ് ടോട്ടൽ ഉള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 15,000 രൂപ ബാങ്കിൽ സാധാരണ പലിശയ്ക്ക് നിക്ഷേപിക്കുന്നു. 2 വർഷം കൊണ്ട് 1650 രൂപ പലിശ ലഭിക്കുന്നുവെങ്കിൽ പലിശ നിരക്ക് എത്ര? ഓപ്ഷൻ എ 4%, ഓപ്ഷൻ ബി 5%, ഓപ്ഷൻ സി 6%, ഓപ്ഷൻ ഡി 7%. സാധാരണ പലിശയിലാണ്, അതുകൊണ്ട് നമുക്കറിയാം I = PNR. ഇതാണ് അതിന്റെ ഇക്വേഷൻ. നമുക്കതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പി എത്ര രൂപയാണ് നിക്ഷേപിച്ചതെന്ന് ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് 15,000 രൂപ. 15,000 രൂപ എത്ര വർഷത്തേക്കാണ്? n നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, 2 വർഷം കൊണ്ട്, 2 വർഷത്തേക്ക്. റേറ്റ് അറിയത്തില്ല, R/100 എന്ന് വരും. ഐ പലിശ എത്രയാണ് തന്നിട്ടുണ്ട്? 1650. ഇവിടെ വെച്ച് നമുക്ക് ഈ സീറോസും കളയാം. ഇവിടുത്തെ സീറോ പോയി. ഇനി ഇവിടെ റേറ്റ് ആണ് കണ്ട R = ഇവിടെ 165 ഉണ്ട്. ഇവിടെ 15 × 2, അത് ഇവിടെ 2 മുകളിലായിരുന്നു, മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ താഴെ വരും 15 × 2. ഇനി നോക്കിയേ, 15ഉം ഈ 165 കൂടെ ഞാൻ കട്ട് ചെയ്യുവാണ്. 16നകത്ത് 1 ടൈം ആണ്, 1 വന്നു റിമൈൻഡർ, 15 വന്നു 1. 15 × 11 ആണ് 165. ഇനി എന്താണ്? 11ന്റെ നേരെ പകുതി. 11ന്റെ നേരെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 5.5. 5ഉം 5ഉം 10 ആണ്. അതിൻ്റെ കൂടെ അര 1 വന്നു, 11 വന്നു. അപ്പൊ 5.5%. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 5.5%. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 6 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ഗോളം ഉരുക്കി 12 സെന്റിമീറ്റർ പാദവ്യാസമുള്ള വൃത്തസ്തൂപിക നിർമ്മിച്ചാൽ വൃത്തസ്തൂപികയുടെ ഉയരം എത്ര? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 6. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഗോളം അത് ഉരുക്കി ഒരു വൃത്തസ്തൂപിക നിർമ്മിക്കുന്നു, ഒരു സ്പിയർ അത് ഉരുക്കി ഒരു കോൺ നിർമ്മിക്കുന്നു എന്നാണ്. അപ്പൊ ഇവിടെ ഒരു ഗോളം ഫുൾ ഉരുക്കി ഒരു വൃത്തസ്തൂപിക നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ആ എത്രയാണോ കണ്ടന്റ് അത് തന്നെയായിരിക്കും ഇവിടെ വരിക. ഇവിടെ ഈക്വൽ എന്ന് പറയാനായിട്ടുള്ളത് എന്താണ്? അതിന്റെ വോളിയമാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ സ്പിയറിന്റെയും കോണിന്റെയും വോളിയത്തിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ ഈ സ്പിയറിന്റെ അല്ലെങ്കിൽ ഒരു ഗോളത്തിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ 4/3 πr³ ആണ്. അതുപോലെ അതിന്റെ വൃത്തസ്തൂപിക എന്ന് പറയുമ്പോൾ 1/3 πr² h. ഇവിടെ R എന്ന് പറയുന്ന ഈ പാദത്തിന്റെ റേഡിയസ് ആണ്, h എന്ന് പറയുന്ന ഈ ഹൈറ്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 6 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ഗോളം. അപ്പം വ്യാസം എന്ന് പറയുമ്പോൾ ഇത് ഫുള്ളും വരും. അപ്പൊ ഇതിന്റെ റേഡിയസ് എന്താണ്? നമുക്ക് റേഡിയസ് ആണ് വേണ്ടത്. 6ന്റെ നേരെ പകുതി വരും, 3 വരും. അപ്പൊ 3 സെന്റിമീറ്റർ ആണ് ഇതിന്റെ റേഡിയസ് കിട്ടി. അതുപോലെ തന്നെ ഇവിടെ നോക്കിയും 12 സെന്റിമീറ്റർ പാദ വ്യാസം. വ്യാസം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെയും തന്നിരിക്കുന്നത് ഇവിടുത്തെ ഡയമീറ്റർ ആണ്. ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് എന്ത് വരും? 12ന്റെ നേരെ പകുതി 6 സെന്റിമീറ്റർ വരും. ഇനി നമുക്ക് ഈ വാല്യൂസ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിനെ ഈക്വൽ ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. h ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇവിടെ നോക്കാം. 4/3 × π × r³ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3 × 3 × 3 വരും. ഈസ് ഈക്വൽ ടു ഇവിടെ 1/3 × π × ഇവിടുത്തെ r എന്ന് പറഞ്ഞാൽ 6 തന്നെയാണ്, 6 × 6 × h. ഈ hന്റെ വാല്യൂ നമുക്ക് കണ്ടെത്തണം. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ 3ഉം 3ഉം ക്യാൻസലായി, ഈ പൈയും ക്യാൻസലായി. 3 × 2 ആണ് 6, 3 × 2. 2 × 2 4 ആണ്, അത് ഇവിടുത്തെ 4ഉമായിട്ട് കട്ടായി. ഇനി എന്താണുള്ളത്? h = 3. ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സെന്റിമീറ്റർ. ഇനി ഇങ്ങനെ 2 വശത്തും ചെയ്ത് അറിയാത്തവർ എന്ത് ചെയ്യണം? ഈക്വലിന്റെ ഒരു സൈഡിലേക്ക് എച്ചിനെ ഇവിടെ നിർത്തിയിട്ട് വാല്യൂസ് എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരിക. അതിനുശേഷം കട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുക 3 ആണ്. അപ്പൊ ഈ വൃത്തസ്തൂപികയുടെ ഉയരം എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. ആൻസർ ഓപ്ഷൻ എ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. x + 2/x-ന്റെയും x - 2/x-ന്റെയും ശരാശരി എത്ര? ഓപ്ഷൻ x + 1/x, ഓപ്ഷൻ ബി x + 1, ഓപ്ഷൻ സി x - 1/x, ഓപ്ഷൻ ഡി 1.
അപ്പോൾ ഇവിടെ രണ്ട് നമ്പറിൻ്റെ ശരാശരി ചോദിച്ചിരിക്കുകയാണ്. ശരാശരി എന്ന് പറഞ്ഞാൽ ആ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, അതിൻ്റെ എത്രയാണോ എത്ര നമ്പേഴ്സ് ആണോ അതിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ അപ്പോൾ ഫസ്റ്റ് നമ്പർ എന്താണ്? എക്സ് പ്ലസ് 2/x, എക്സ് പ്ലസ് 2/x, ഈ നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ എക്സ് മൈനസ് 2/x. ഇത് തമ്മിൽ ആഡ് ചെയ്യുക, അതിനുശേഷം 1, 2 രണ്ട് നമ്പേഴ്സ് ആണ്, അതുകൊണ്ട് ആ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ രണ്ട് നമ്പേഴ്സിൻ്റെയും ഭിന്നസംഖ്യാ രൂപത്തിലാണ്, അതിൻ്റെ ഛേദം എന്ന് പറയുന്നത് എക്സ് ആണ്. ഇനി അംശം നോക്കുകയാണെങ്കിൽ എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. ഇവിടെ വെച്ച് നോക്കിയാൽ +2 -2 അത് കട്ട് ചെയ്തു. ഇനി ഇവിടെ 1x-ഉം 1x-ഉം ആണുള്ളത്. 1x പ്ലസ് 1x എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2x. 2x/2 ഡിവൈഡഡ് ബൈ 2 ആണ്. ഈ എക്സും എക്സും കട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ എന്താണ്? 2/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്, ഡിവൈഡഡ് ബൈ 2. 2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 1 വന്നു. അപ്പോൾ ഇവിടെ ഈ രണ്ട് നമ്പേഴ്സിന്റെ ശരാശരി ഓപ്ഷൻ ഡി ആണ് ആൻസർ 1. വർക്ക് ആൻഡ് ടൈം റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് എന്താണെന്ന് നോക്കാം. രാജുവിന് ഒരു തോട്ടം കിളയ്ക്കുന്നതിന് 20 മിനിറ്റ് വേണം. ബിജുവിന് ഇതേ ജോലി ചെയ്യാൻ 25 മിനിറ്റ് വേണം. ഇരുവരും ഒന്നിച്ച് ജോലി തുടങ്ങിയെങ്കിലും കുറച്ച് സമയത്തിന് ശേഷം രാജു ജോലി മതിയാക്കിപ്പോയി. ബിജു ജോലി തുടർന്നു. ആകെ 15 മിനിറ്റ് കൊണ്ട് പണി പൂർത്തിയാക്കിയെങ്കിൽ ബിജു എത്ര സമയം തനിച്ച് ജോലി ചെയ്തു? ഓപ്ഷൻ എ 5 മിനിറ്റ്, ഓപ്ഷൻ ബി 6 മിനിറ്റ്, ഓപ്ഷൻ സി 7 മിനിറ്റ്, ഓപ്ഷൻ ഡി 8 മിനിറ്റ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് തോട്ടം കിളയ്ക്കാൻ ഒരു ജോലി. ആ ജോലി ചെയ്യാൻ വേണ്ടി രാജുവിന് 20 മിനിറ്റും ബിജുവിന് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് 25 മിനിറ്റും വേണം. ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് ഇവരുടെ എഫിഷ്യൻസിയാണ്. അതായത് രാജുവിൻ്റെ എഫിഷ്യൻസി 1/20, ബിജുവിൻ്റെ എഫിഷ്യൻസി 1/25. അതായത് ഒരു മിനിറ്റിൽ 1/20 പാർട്ട് ജോലിയാണ് രാജുവിന് ചെയ്യാൻ പറ്റുക, ബിജുവിന് 1/25 പാർട്ട് ഓഫ് വർക്ക്. അത്രയുമാണ് ചെയ്യാൻ പറ്റുക. അവരുടെ എഫിഷ്യൻസി നമുക്ക് കിട്ടി. ഇനി ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞു രണ്ടുപേരും ഒരുമിച്ച് ജോലി തുടങ്ങി. രണ്ടുപേരും ഒരുമിച്ച്, സ്റ്റാർട്ടിങ്ങിൽ ഇവർ ഒരുമിച്ചായിരുന്നു. ഇടയ്ക്ക് വെച്ച് രാജു ജോലി മതിയാക്കിപ്പോയി, പിന്നീട് ബിജു കണ്ടിന്യൂ ചെയ്തു. ഈ ടോട്ടൽ വർക്കിന്റെ ടൈം എത്രയും തന്നിട്ടുണ്ട്? 15 മിനിറ്റ് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് ഈ ബിജു തനിച്ച് വർക്ക് ചെയ്ത ഈ ടൈമാണ് കണ്ടെത്താൻ പറയുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഞാൻ ചെയ്യുക, ടോട്ടൽ ഈ വർക്ക് 15 മിനിറ്റ് ഉണ്ട്. ഈ 15 മിനിറ്റ് ഇവിടെ വർക്ക് ചെയ്ത ആരാണ്? ബിജു വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബിജുവിന്റെ ഒരു മിനിറ്റിലെ വർക്ക് എന്ന് പറയുന്നത് 1/25 ആണ്. ഒരു മിനിറ്റിൽ 1/25 ആണ് അദ്ദേഹത്തിന്റെ എഫിഷ്യൻസി. അതേ ഇൻറ്റു ഇദ്ദേഹം ചെയ്ത ടൈം എന്ന് പറയുന്നത് 15 മിനിറ്റ് വർക്ക് ചെയ്തു. അപ്പൊ എത്രമാത്രം വർക്ക് ചെയ്ത് നമുക്ക് കണ്ടെത്താം? 5 × 3 15, 5 × 5 25, 3/5. അപ്പൊ അദ്ദേഹത്തിന്റെ വർക്ക് എന്ന് പറയുന്നത് 3/5 ആണ്. അതായത് നോക്കുക, ഒരു ജോലി, അതിനെ ഞാൻ 1 2 3 4 1 2 3 4 5 ഒരു ജോലിയെ ഞാൻ ഈക്വൽ ആയിട്ട് 5 ആയിട്ട് ഡിവൈഡ് ചെയ്തെങ്കിൽ ഈ ബിജു എന്ന് പറയുന്ന ആള് 3/5 വർക്ക് ടോട്ടൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് വർക്ക് എന്താണ്? 1 2 2/5. ടോട്ടൽ 5 ഇനി ബാക്കിയുള്ളത് 2 ആണ്. അപ്പൊ ഈ റിമൈനിങ് ആയിട്ടുള്ള വർക്ക് ആരാണ് ചെയ്തിരിക്കുന്നത്? ബാക്കി വർക്ക് ചെയ്തിരിക്കുന്നത് ബിജു ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇനി രാജു ആണ് ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം, രാജുവിന്റെ എഫിഷ്യൻസി എന്താണ്? 1/20. അതായത് ഒരു മിനിറ്റിൽ 1/20 ആണ് അദ്ദേഹം ചെയ്യുന്ന ജോലി. ഇനി രാജുവിൻ എത്ര നേരം ജോലി ചെയ്തെന്ന് നമുക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അതിന് എക്സ് എന്ന് എടുത്തു. അതെന്ന് പറയുന്നത് എത്ര വർക്കാണ്? 2/5 വർക്കാണ്. ഈ ബാക്കി വരുന്ന വർക്കാണ്. ഇതിൽ നിന്ന് നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? രാജു വർക്ക് ചെയ്ത ടൈം എക്സ്. 5 × 4 ആണ് 20. എക്സ് എന്ന് പറയുന്നത് 4 ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് വരും. 4 × 2 8 മിനിറ്റ് എന്ന്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയ ടൈം ആരുടേതാണ്? രാജുവിൻ്റെത്. ഇവിടെ ഓപ്ഷനിൽ 8 ഉണ്ട്, പക്ഷെ 8 മാർക്ക് ചെയ്ത് നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. കാരണം ഇവിടെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ടൈം ഇതാണ്, 8 മിനിറ്റ്. രാജുവും ബിജുവും കൂടെ ചേർന്ന് വർക്ക് ചെയ്ത ഈ ടൈമാണ് 8 മിനിറ്റ്. രാജുവിന്റെ വർക്ക് ഇത്രയും നേരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 8 മിനിറ്റ്. അപ്പൊ ബിജു തനിച്ച് ജോലി ചെയ്ത ടൈം കാണാൻ എന്ത് ചെയ്താൽ 15 മിനിറ്റിൽ നിന്ന് 8 മിനിറ്റ് മൈനസ് ചെയ്താൽ എന്താണ്? 7. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്, 7 മിനിറ്റ്സ്. നമ്മൾ ചെയ്ത ഇത്രയേ ഉള്ളൂ. ടോട്ടൽ 15 മിനിറ്റ് ആണ് ഈ ജോലി എന്ന് പറഞ്ഞു. ആ 15 മിനിറ്റും വർക്ക് ചെയ്ത ബിജുവിന്റെ എഫിഷ്യൻസി 1/25 ആണ്. അപ്പം 1/25 × 15 ചെയ്തു 3/5 വർക്കാണ് അദ്ദേഹം ചെയ്തതെന്ന് മനസ്സിലായി. റിമൈനിങ് വർക്ക് നമ്മൾ കണ്ടെത്തുന്നത് 1 - 3/5. 1 - 3/5 എന്ന് പറഞ്ഞാൽ 5 × 1 5 വന്നു. 5 - 3/5 എന്ന് വരും. അതിൽ നിന്നാണ് 2/5 എന്ന് കിട്ടുക. അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ ഈ 2/5 എന്നുള്ള റിമൈനിങ് വർക്ക് ചെയ്തത് ആരാണ്? ഇനി ഇവിടെ രാജുവിന്റെ വർക്കാണുള്ളത്. അപ്പൊ രാജു വർക്ക് ചെയ്ത ടൈം അറിയത്തില്ല, പക്ഷെ അദ്ദേഹം ഒരു മിനിറ്റിൽ 1/20 ആണ് വർക്ക് ചെയ്യുക എന്നറിയാം. അപ്പൊ 1/20 × x = 2/5. ഇതിൽ നിന്ന് രാജുവിന്റെ ആ വർക്കിന്റെ ടൈം കണ്ടെത്തി. ഈ ടൈം കിട്ടിക്കഴിഞ്ഞാൽ ബിജു തനിച്ച് ചെയ്ത ടൈം കാണാൻ വേണ്ടി 15 നിന്ന് 8 മൈനസ് ചെയ്തു 7. 10ാമത്തെ ക്വസ്റ്റ്യൻ, 1 4/7 + 7 1/3 + 3 3/5. ഇതിന്റെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ 21/105, ഓപ്ഷൻ ബി 8/105, ഓപ്ഷൻ സി 125/105, ഓപ്ഷൻ ഡി 1313/105.
അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഇവിടുത്തെ 173 ഇവയെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. 7 + 3 10, 10 + 1 11 എന്ന് വന്നു. 11 ഇവിടെ നിൽക്കട്ടെ. ഇനി ബാക്കി നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. 7/4 + 1/3 + 3/5. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7, 3, 5 ഇവയെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 7 × 5 35 ആണ്. 35 × 3 105 ആണ്. ഈ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ 105 ആണ്. ഇത് 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 105 വന്നു. ഇനി 7നെ 105ലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? 5 × 3 ഈ 15 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 15 കൊണ്ട് 7നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ 4നെ ഈ അംശത്തെയും 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 15 × 4 60 പ്ലസ്. ഇനി 3നെ 105 ആക്കണമെങ്കിൽ 7 × 5 35 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 1നെയും 35 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 35 വന്നു പ്ലസ്. 5നെ 7 × 3 21 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 21 × 3 3 3 × 2 6 63 വന്നു. ഇവയെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഡിനോമിനേറ്റർ 105 ആണ്. 60 60 60 120 വന്നു. 120 + 30 150 വന്നു. 5 + 3 8 ഉണ്ട്. 158. അപ്പോൾ 158/105 വന്നു. ഇനി ഓൾറെഡി ഇവിടെ എന്താണുള്ളത്? 11 ഉണ്ട്. 111 158/105 ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതൊരു മിശ്ര ഭിന്നമാണ്. ഇതിനെ നമുക്ക് ഇങ്ങനെയാണ് വിഷമ ഭിന്നത്തിലേക്ക് മാറ്റുക. ഡിനോമിനേറ്റർ 105 തന്നെ വരും. ഇനി 11ഉം 105 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരമായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക ഇവിടുത്തെ 1ഉം ഇവിടുത്തെ 5ഉം ഞാൻ ഇറക്കി എഴുതി. ഇനി നമ്മൾ ചെയ്യുന്ന 5 + 0 5 കൂടെ എഴുതി. 1 + 0 1 കൂടെ എഴുതി. അപ്പം 1155 ആണ്. 11 × 105. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ നമ്പറിനെ ഈ 158 കൊണ്ട് ആഡ് ചെയ്യും. 8ഉം 5ഉം 13 വന്നു. 1 5 5ഉം 10ഉം 1ഉം 11 വന്നു. റിമൈൻഡർ 1 ഉണ്ട്. 2 + 1 3 വന്നു. 1 1313. അപ്പോൾ 1313/105 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 11th വൺ 10 25 46 73 106 ഡാഷ് ശ്രേണിയിലെ അടുത്ത പദം ഏത്? ഓപ്ഷൻ എ 141, ഓപ്ഷൻ ബി 145, ഓപ്ഷൻ സി 147, ഓപ്ഷൻ ഡി 181. അപ്പം നമ്മളൊരു ശ്രേണി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലെ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഫസ്റ്റ് നമ്മൾ കാണുക. ഇവിടെ നോക്കിയേ 10ഉം 25ഉം തമ്മിലുള്ള ഡിഫറൻസ് 15 ആണ്. 46ൽ 25 മൈനസ് ഇട്ടാൽ 21 കിട്ടും. 46 + 27 ആണ് 21. 106 - 73 ചെയ്യുമ്പോൾ 33 കിട്ടും. അതായത് അടുത്തടുത്ത ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടെത്തി. ഈ നോക്കിയാൽ 15, 21, 27, 33 ഇതിൻ്റെ ഒരു റിലേഷൻ എന്താണെന്ന് കാണണം. 5 × 3 ആണ് 15. 7 × 3 ആണ് 21. 27 എന്ന് പറയുന്നത് 9 × 3 ആണ്. 33 11 × 3 ആണ്. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ റിലേഷൻ നോക്കുക? എല്ലാം 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി ഏത് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 5 7 9 11 ഒറ്റ സംഖ്യകൾ, ഓഡ് നമ്പേഴ്സ്. അപ്പോൾ 11 കഴിഞ്ഞുള്ള നമ്പർ 13 ആണ്. 13 × 3. 13 × 3 എത്ര വരും? 3 × 3 9 വന്നു. 3 × 1 39. അപ്പോൾ ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 106നെ 39 കൊണ്ട് ആഡ് ചെയ്യണം. ഇവിടെ എത്ര വരും? 5 വന്നു. 1 4 1 145. അപ്പോൾ ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ 145 ആണ്. ആൻസർ ഓപ്ഷൻ ബി. 12th വൺ എ ബിയുടെ മകളാണ്. ബി സിയുടെ അമ്മയും ഡി സിയുടെ സഹോദരനും എങ്കിൽ ഡിക്ക് എയുമായുള്ള ബന്ധം എന്ത്? ഓപ്ഷൻ എ അച്ഛൻ, ഓപ്ഷൻ ബി അപ്പൂപ്പൻ, ഓപ്ഷൻ സി സഹോദരൻ, ഓപ്ഷൻ ഡി മകൾ. അപ്പം നമുക്ക് ഈ റിലേഷൻ ഒന്ന് നോക്കാം. എ ബിയുടെ മകളാണ്. ബിയുടെ മകളാണ് എ എന്ന് തന്നിട്ടുണ്ട്. അപ്പം മകൾ. നെക്സ്റ്റ് ബി സിയുടെ അമ്മ. ബി എന്ന് പറയുന്നത് സിയുടെ അമ്മയാണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് കിട്ടി? എയും സിയും സഹോദരങ്ങളാണ്. എയുടെ സിയുടെ അമ്മയാണ് ബി എന്ന് കിട്ടി. ഇനി ഡി സിയുടെ സഹോദരൻ. സിയുടെ സഹോദരനാണ് ഡി. സഹോദരൻ. അപ്പൊ എയുടെയും സിയുടെയും സഹോദരനാണ് ഡി എന്ന് പറയാം. എങ്കിൽ ഡിക്ക് എയുമായുള്ള ബന്ധം. ഡിക്ക് എയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എയുടെ സഹോദരനാണ് ഡി. ഓപ്ഷൻ സി ആണ് ആൻസർ. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോഡ് ഭാഷയിൽ SQUADനെ 5368 എന്ന് എഴുതാം എങ്കിൽ GAURD എങ്ങനെ എഴുതാം? ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നോക്കിയാൽ SQUAD 53678 തന്നിട്ട് GAURD. ഇവിടെ നോക്കിയേ ഇവിടെയും ഡി ഇവിടെയും ഡി. ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 8 ആണ് വരിക. 8 എന്ന് കൊടുത്തു. ഇനി ഓപ്ഷനിൽ നോക്കുക. ലാസ്റ്റ് 8 വരുന്ന 2 ഓപ്ഷൻസ് ആണ് ബിയും ഡിയും. അപ്പോൾ എയും സിയും അല്ല ആൻസർ. ബിയോ ഡിയോ ആണെന്ന് കിട്ടി.
ഇനി നോക്കുക, ഇതിനകത്തുള്ള ഏത് ലെറ്റർ ആണ് ഇവിടെ ഉള്ളത്? ഇവിടെ എ ഉണ്ട്. അപ്പോൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 7 കൊടുത്തു. നെക്സ്റ്റ് ഇനി യു ഉണ്ട്. യുവിന് കറസ്പോണ്ടിങ് ആയിട്ട് 6 കൊടുത്തു. ഇനി ഈ രണ്ട് ഓപ്ഷനകത്ത് ഇവിടെ 6 7 ആണ്, ഇവിടെ 7 6 ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 17698. 14th one. ക്ലോക്കിൽ 10 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നിർണ്ണയിക്കുന്ന കോൺ എത്ര? ഓപ്ഷൻ എ 60 ഡിഗ്രി, ഓപ്ഷൻ ബി 120 ഡിഗ്രി, ഓപ്ഷൻ സി 90 ഡിഗ്രി, ഓപ്ഷൻ ഡി 45 ഡിഗ്രി. ഇവിടെ തന്നിരിക്കുന്ന ടൈം 10 മണി. 10 മണി എന്ന് പറയുമ്പോഴത്തേക്കും മണിക്കൂർ സൂചി 10ലും വരും, മിനിറ്റ് സൂചി 12ലും വരും. ഇവിടുത്തെ ഈ ആംഗിൾ കണ്ടെത്താൻ വേണ്ടി ഈസി ആയിട്ട് നമുക്ക് എന്തറിയാം? അതായത് ഈ 10 11 എന്ന് പറയുന്നത് ഈ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഈ നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത് 11 തൊട്ട് 12 വരെ 30 ഡിഗ്രിയാണ്. അപ്പൊ ടോട്ടൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ആംഗിൾ 30 + 30 എത്ര വരും? 30 + 30 60 ആണ്, 60 ഡിഗ്രി. ഓപ്ഷൻ എ ആണ് ആൻസർ. പിന്നെ നമ്മൾ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം 30h - 11/2m. അപ്പൊ നമ്മൾ ഓൾറെഡി ക്ലോക്കിന്റെ കോൺ അളവിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 10 മണി എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ടൈം വരുവാണെങ്കിൽ എന്താണ് അതിലെ ആ ഇക്വേഷനിലെ 30h ഈ ഒരു ടേം മാത്രം യൂസ് ചെയ്താൽ മതി. നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം. 30 × ഇവിടുത്തെ അവർ എത്രയാണ്? 10 മണിയുടെ 10 വന്നു. 10 × 3 30 വന്നു. അതിൻ്റെ കൂടെ ഈ ഒരു 0 കൂടെ ആകുമ്പോൾ 300 വന്നു. അപ്പൊ ഈ 300 എന്ന് പറയുന്നത് എന്താണ്? ഈ ആംഗിൾ ആണ്. നമുക്ക് വേണ്ടത് ഈ ആംഗിൾ ആണ്. കാരണം ഓപ്ഷനിൽ 300 ഒരു ആൻസർ ഇല്ല. അപ്പൊ നമ്മൾ സാധാരണ എന്താണ് ചെയ്യുക? 360 ഈ ഒരു പോയിന്റിന് ചുറ്റുമുള്ളത് 360 ആണ്. ആ 360 നിന്ന് ഇപ്പൊ കിട്ടിയ 300 മൈനസ് ചെയ്യുന്നു, 60 എന്ന് വരും, 60 ഡിഗ്രി. അപ്പൊ ഇങ്ങനെ 10 മണി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിത് 30 ഡിഗ്രി ആണെന്ന് അറിയുമെങ്കിൽ 30 + 30 60 ഡിഗ്രി. അതാണ് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റുക. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻഡു ചിഹ്നം പ്ലസിനെയും പ്ലസ് ചിഹ്നം ഡിവിഷനെയും സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷനെയും ഡിവിഷൻ സബ്ട്രാക്ഷനെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ 6 × 4 - 5 + 200 / 1 ഇതിന്റെ വിലയാണ് ചോദിച്ചിരിക്കുക. ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 11, ഓപ്ഷൻ സി 12, ഓപ്ഷൻ ഡി 15. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഈ തന്നിരിക്കുന്ന സിമ്പിളിന് പകരം ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന സിമ്പിൾ കൊടുക്കുന്നു. ഫസ്റ്റ് ഇൻഡുവിന് പകരം പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ പ്ലസ് വന്നു. ഇനി ഇവിടെ പറയുന്നത് പ്ലസ് ചിഹ്നത്തിന് പകരം ഡിവിഷൻ. ഇവിടെ പ്ലസ് ഇവിടെയാണ്, അതിന് പകരം ഞാനിവിടെ ഡിവൈഡിന്റെ ചിഹ്നം കൊടുത്തു. ഇനി മൈനസിന് പകരം ഇൻറ്റു കൊടുത്തു. ഇവിടെ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം മൈനസ്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ബോഡ്മാസ് റൂൾ ആണ്. ബോഡ്മാസ് റൂൾ അനുസരിച്ച് ഫസ്റ്റ് ഡിവിഷൻ ആണ് പ്രയോറിറ്റി. 5/2 എന്ന് വന്നു. ദെൻ മൾട്ടിപ്ലിക്കേഷൻ 4 × 5/2. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ ഒരു ടേം. 6 + 4 × 5/2 - 1 എന്ന് വന്നു. ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? 2 × 2 ആണ് 4, 5 × 2 10 എന്ന് വന്നു. 6 + 10 - 1. 10 + 6 16 ആണ്. 16ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 15 വന്നു. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 16th one. ഒരു ക്ലാസ്സിൽ അനന്തുവിന്റെ റാങ്ക് മുൻപിൽ നിന്ന് 17ാമതും പിറകിൽ നിന്ന് 28ാമതുമാണ്. ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 44, ഓപ്ഷൻ ബി 45, ഓപ്ഷൻ സി 43, ഓപ്ഷൻ ഡി 46. ഒരു ക്ലാസ്സിലെ അനന്തുവിന്റെ റാങ്ക് ഒന്നിൽ നിന്ന്, അതായത് സ്റ്റാർട്ടിങ് ഫ്രണ്ടിൽ നിന്ന് 17ാമത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ 17ാമതാണ് അനന്തുവിന്റെ റാങ്ക്. അതുപോലെ തന്നെ പിറകിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 28ാമത്. അപ്പൊ പിറകിൽ നിന്ന് 28ാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 17 കഴിഞ്ഞ് എത്ര സ്റ്റുഡൻസ് കാണും? 27 സ്റ്റുഡൻസ് ഉണ്ട്. 28 അല്ലാതെ ഇതിന് തൊട്ട് മുന്നേ വരെ 27 പേര്. അപ്പൊ ടോട്ടൽ ഈ ക്ലാസ്സിൽ എത്ര പേരുണ്ട്? 1ൽ നിന്ന് 17 കഴിഞ്ഞിട്ട് പിന്നെ 27 സ്റ്റുഡൻസ് ഉണ്ട്. 17 + 27 വരും 44. ഓപ്ഷൻ എ ആണ് ആൻസർ. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2016 ജനുവരി 1-ാം തീയതി വെള്ളിയാഴ്ചയെങ്കിൽ 2016 നവംബർ 15 ഏത് ദിവസമാണ്? ഓപ്ഷൻ എ ഞായർ, ഓപ്ഷൻ ബി തിങ്കൾ, ഓപ്ഷൻ സി ചൊവ്വ, ഓപ്ഷൻ ഡി ബുധൻ. ഇവിടെ 2016 ജനുവരി 1 വെള്ളിയാഴ്ച തന്നിട്ടുണ്ട്. ആ വർഷം തന്നെ നവംബർ 15 ഏത് ദിവസമാണെന്നാണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് അറിയേണ്ട കാര്യം, ഏതൊരു വർഷം എടുത്താലും ആ വർഷത്തിലെ മാർച്ച്, നവംബർ, ഏപ്രിൽ, ജൂലൈ, സെപ്റ്റംബർ, ഡിസംബർ ഇതിനെല്ലാം സെയിം കലണ്ടർ ആയിരിക്കും, സെയിം ഡേറ്റ് ആയിരിക്കും. അതായത് 2016 മാർച്ച് 15 ഏത് ദിവസമാണ് ആ ദിവസം തന്നെ ആയിരിക്കും 2016 നവംബർ 15. അപ്പൊ ഇതറിയാമെങ്കിൽ നമ്മൾ ഇനി എന്താണ് നവംബർ 15ന് പകരം മാർച്ച് 15 കണ്ടെത്തിയാൽ മതി. ഓക്കെ, ഇതാണ് ഫസ്റ്റ് നമ്മൾ അറിയേണ്ട കാര്യം. ഇനി സെക്കൻഡ്, ഇവിടെ ഇനി അടുത്ത വരുന്ന മാസം ഏതാണ്? ഫെബ്രുവരിയാണ്. ഫെബ്രുവരി വരുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും നോക്കേണ്ട കാര്യം ആ വർഷം ലീപ്പ് ഇയർ ആണെന്നുള്ളതാണ്. അപ്പൊ 2016 എന്നുള്ള ആ വർഷത്തെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത 5 × 4 20 04. റിമൈൻഡർ 0 വന്നു. റിമൈൻഡർ 0 വന്നാലും അറിയാം ഇത് ലീപ്പ് ഇയർ ആണ്. ഫെബ്രുവരിയിൽ 29 ദിവസമുണ്ട്. ഇനി നോക്കുക, ജനുവരി 1-ാം തീയതി വെള്ളിയാഴ്ചയെങ്കിൽ നമുക്കറിയാം 1, 8, 15, 22, 29 ഈ ഡേറ്റ് എല്ലാം, അതായത് 8 കൂടി വരുന്ന ദിവസങ്ങളെല്ലാം തന്നെ സെയിം ഡേ ആയിരിക്കും.
അപ്പം ജനുവരി 1 വെള്ളിയാണെങ്കിൽ 29 വെള്ളിയാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ 30, 31. അപ്പം ജനുവരി 29 വെള്ളിയാഴ്ചയാണെങ്കിൽ ജനുവരി 30 എന്ന് പറയുന്നത് ശനി, ജനുവരി 31 ഞായർ വരും. ഇനി അടുത്തത് ഫെബ്രുവരി 1 വരിക. ഫെബ്രുവരി 1 എന്തായിരിക്കും? തിങ്കളായിരിക്കും. അപ്പൊ ഫെബ്രുവരി 1 തിങ്കളാണെങ്കിൽ ഫെബ്രുവരി 29 എന്തായിരിക്കും? തിങ്കളായിരിക്കും. നെക്സ്റ്റ് മാർച്ച് 1 ചൊവ്വ വരും. 29 കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് മാർച്ച് 1 ആണ്. മാർച്ച് 1 ചൊവ്വ വന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 1, 8, 15, 22, 29. 1-ാം തീയതി ഏത് ദിവസമാണ്? അത് തന്നെയായിരിക്കും 15. അപ്പം 1-ാം തീയതി ചൊവ്വാഴ്ചയാണെങ്കിൽ മാർച്ച് 15 എന്ന് പറയുന്നത് ചൊവ്വയാണ്. അപ്പം മാർച്ച് 15 ചൊവ്വയാണെങ്കിൽ ആ വർഷം നവംബർ 15 എന്തായിരിക്കും? ചൊവ്വാഴ്ച തന്നെ ആയിരിക്കും. ഓപ്ഷൻ സി ആണ് ആൻസർ. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ എ പച്ച, ഓപ്ഷൻ ബി മഞ്ഞ, ഓപ്ഷൻ സി നീല, ഓപ്ഷൻ ഡി ചുവപ്പ്. അപ്പം പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ്, പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ചുമപ്പ്, നീല, പച്ചയാണ്. ഇനി ഇവ ചേർന്ന് വരുന്ന സെക്കൻഡറി കളേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ യെല്ലോ, മജന്ത, സയാൻ. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന മഞ്ഞ എന്ന് പറയുന്ന സെക്കൻഡറി കളറാണ്. ബാക്കി പച്ച, നീല, ചുവപ്പ് പ്രൈമറി കളേഴ്സ്, പ്രാഥമിക വർണ്ണങ്ങളാണ്. അപ്പം ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ബി ആണ്, മഞ്ഞ. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സമാന ബന്ധം കണ്ടെത്തുക. റെക്ടാംഗിൾ, സ്ക്വയർ, എലിപ്സ്, ഡാഷ്. ഓപ്ഷൻ എ സർക്കിൾ, ഓപ്ഷൻ ബി സെന്റർ, ഓപ്ഷൻ സി ഡയമീറ്റർ, ഓപ്ഷൻ ഡി റേഡിയസ്. അപ്പം റെക്ടാംഗിൾ, സ്ക്വയർ ആണ് ഈ വരച്ചിരിക്കുന്ന റെക്ടാംഗിൾ ആണിത്. ഈ ഒരു റിലേഷൻ പോലെ തന്നെ എലിപ്സിനോട് എന്താണ് റിലേറ്റ് ചെയ്യുക എന്നാണ് ചോദിക്കുക. ഇവിടെ ഓപ്ഷൻ എ സർക്കിൾ ഇതാണ്. ഇനി സെന്റർ പോയിന്റ്, ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്ററിന്റെ പകുതി. അപ്പൊ ഈ ഓപ്ഷനിൽ തന്നെ നമുക്ക് കിട്ടും ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, സർക്കിൾ, എലിപ്സ്, സർക്കിൾ. അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 20ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മീര, എന്റെ പേര് തന്നെ. മീര പി എന്ന ബിന്ദുവിന്റെ തെക്ക് ദിശയിലേക്ക് 10 മീറ്റർ നടന്ന് വലത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ നടക്കുന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ നടന്നാൽ പി എന്ന ബിന്ദുവിൽ നിന്നും എത്ര അകലെയാണ് മീര? ഓപ്ഷൻ എ 1 മീറ്റർ, ഓപ്ഷൻ ബി 9 മീറ്റർ, ഓപ്ഷൻ സി 14 മീറ്റർ, ഓപ്ഷൻ ഡി 20 മീറ്റർ. അപ്പൊ നമുക്ക് ഡയറക്ഷൻസ് അറിയാം, വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഇനി നമുക്ക് വരയ്ക്കാം. ഇതാണ് പി എന്ന ബിന്ദു. ഈ പി എന്ന ബിന്ദുവിന്റെ തെക്ക് ദിശ എന്ന് പറഞ്ഞാൽ ഈ നേരെ താഴോട്ട് വരും. തെക്ക് ദിശയിലേക്ക് 10 മീറ്റർ തിരിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുവാണ്. ഇവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ്, അതായത് ഈ ഒരു ഡയറക്ഷനിൽ നിൽക്കുമ്പോൾ ഇത് ഇടത്താണ്, ഇതാണ് വലത്ത്. അപ്പൊ ഈ ഒരു ഡയറക്ഷനിൽ 4 മീറ്റർ, ഇവിടുന്ന് ഇത്രയും 4 മീറ്റർ വന്ന് ഇവിടെ വന്ന് നിൽക്കുവാണ്. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ്, അതായത് ഈ ഒരു ഡയറക്ഷനിൽ നിൽക്കുമ്പോൾ വലത്തോട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്, ഇങ്ങോട്ട് വരും. വലത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ നടക്കുന്നു. അപ്പൊ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് 10 മീറ്റർ ഇതിന് സിമിലർ ആണ്. അപ്പൊ ഈ ഒരു പോയിന്റിൽ തന്നെ വരും. അപ്പൊ ഈ ഒരു ഡയറക്ഷനിൽ നിൽക്കുന്ന ആളുടെ ഇടത്തോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലത്തോട്ട്, ഇതാണ് ഇടത്തോട്ട് 5 മീറ്റർ നടന്നു. അപ്പൊ ഈ ഒരു പോയിന്റിൽ വന്ന് നിൽക്കുവാണ്. ഇവിടെയാണ് ഇപ്പോൾ മീരയുള്ളത്. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിങ് പി എന്ന ബിന്ദുവിൽ നിന്നും എത്ര അകലെയെന്നാണ് ചോദിക്കുക. പി എന്ന ബിന്ദു ഇതാണ്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ഇത്രയും വരും. ഇത്രയും 5 മീറ്റർ വന്നു. ഇത്രയും എന്ന് പറഞ്ഞാൽ 4 ആണ്. 5 + 4 9 മീറ്റർ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 9 മീറ്റർ. നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.